അരോമ ടി വിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യതിര നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പ്രിയ ജോയ്സൺ വി കെ ആണ്. തൻ്റെ ജീവിതാനുഭവങ്ങൾ അരോമ ടി വി പ്രേക്ഷകർക്ക് ഒരു വേറിട്ട അനുഭവമായിരിക്കും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. അസാധാരണമായ ഞെട്ടിപ്പിക്കുന്ന ഒരുപാട് സംഭവങ്ങളുടെ ഒരു പരമ്പര ഈ സാക്ഷ്യത്തിൽ കർത്താവിൻ്റെ ദാസൻ പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവയ്ക്കുന്നു. ശ്രദ്ധയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുവാൻ പ്രത്യേകം ഓർപ്പിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അതുപോലെ തന്നെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളുമായി ബന്ധപ്പെടാം. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കാം. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിലും നിങ്ങൾക്ക് സംബന്ധിക്കാവുന്നതാണ്. നാം എല്ലാവരും ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പ്രിയ ജോയ്സനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം സമയം ചിലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ ക്ഷണിച്ചുകൊള്ളും. വിശ്വസ്തനും സത്യവാനും സകല സൃഷ്ടിക്കും ആരംഭവും ആമേനുമായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശേഷാൽ ഈ അരോമ ടി വിയിൽ ഒരു സാക്ഷ്യം പറയാനായിട്ട് അവസരം തന്ന ഡാനിയൽ ജോൺ സാറിന് ഒത്തിരി നന്ദിയുണ്ട്. എൻ്റെ പേര് ജോയ്സൺ എന്നാണ്. എൻ്റെ സ്ഥലം കാഞ്ഞിരപ്പള്ളി, കോട്ടയം ഡിസ്ട്രിക്റ്റിലെ കാഞ്ഞിരപ്പള്ളി എന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. ഇപ്പോൾ എനിക്ക് എൻ്റെ വൈഫ് 5 മക്കളുമുണ്ട്. ഞങ്ങളിവിടെ കപ്പാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത്. കർത്താവിൻ്റെ പേരിലുള്ള ബന്ധത്തിൽ ഇവിടെ ഞങ്ങൾ താമസിക്കുന്നു. എനിക്ക് അമ്മയുണ്ട്, അച്ഛൻ മരിച്ചുപോയി. ഇപ്പോൾ അമ്മ എൻ്റെ കൂടെ അല്ല. അമ്മ എൻ്റെ കൂടെ വന്ന് താമസിക്കാൻ അമ്മയ്ക്ക് ഇഷ്ടമല്ല. പല പ്രാവശ്യവും ക്ഷണിക്കുകയൊക്കെ ചെയ്താണ് എൻ്റെ കൂടെ അല്ല താമസിക്കുന്നത്. അങ്ങനെ ഞങ്ങളിവിടെ താമസിക്കുന്നു. കർത്താവിൻ്റെ വേല ചെയ്യുന്നത് രാജാക്കാട് സേനാപതി എന്ന സ്ഥലത്ത് ഒരു ഗ്ലോബൽ മിഷൻ ചർച്ചിൽ പാസ്റ്ററായിട്ട് കർത്താവിൻ്റെ വേല ചെയ്യുന്നു. എൻ്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്തതായ ചില അനുഭവങ്ങൾ പങ്കുവെക്കുവാനായിട്ട് എനിക്ക് അവസരം തന്നതിന് ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ സംസാരിക്കട്ടെ. എൻ്റെ ബാല്യകാലം മുഴുവനും ഞാൻ ജീവിച്ചത് ഹൈറേഞ്ചിൽ, ഇടുക്കി ഡിസ്ട്രിക്റ്റിലുള്ള തങ്കമണിക്കടുത്തുള്ള പ്രകാശം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ജനിച്ച് അവിടെ വെച്ചാണ് ഞങ്ങൾ വളർത്തപ്പെടുന്നത്. എൻ്റെ അമ്മയ്ക്കും അച്ഛനും ഒരാണായിട്ട് ഞാനും 2 പെൺമക്കളുമാണ് ഉള്ളത്. പെൺമക്കൾ 2 പേരും എൻ്റെ മൂത്തതാണ്. അവർ വിവാഹം കഴിച്ചു വിട്ടു. ജീവിതത്തിൽ ബാല്യകാലത്തിൽ കർത്താവിനെ അറിയാനുള്ള കാരണമെന്നും ആ സമയത്ത് ഒത്തിരി പ്രതിസന്ധിയിലൂടെ കടന്നുപോയ എൻ്റെ മാതാവും എൻ്റെ അച്ഛനുമായിട്ട് വളരെ ദൈവിക കാര്യങ്ങളിൽ വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. എൻ്റെ അച്ഛൻ ഹിന്ദു ആയിരുന്നു. എൻ്റെ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പെന്തിക്കോസിൽ കർത്താവിനെ അറിയുകയും ആരാധിക്കുകയൊക്കെ ചെയ്യുന്ന അനുഭവമായിരുന്നു. എന്നാൽ എൻ്റെ അമ്മയുടെ വീട്ടുകാർ അവർ പെന്തിക്കോസുകാരായിരുന്നു. കർത്താവിനെ അറിയുകയും ദൈവനാമത്തിനോട് നിൽക്കുകയും ചെയ്യുന്നവരായിരുന്നു അമ്മയുടെ സഹോദരങ്ങളും അമ്മയുടെ വീട്ടുകാരും ഒക്കെ. എന്നാൽ എൻ്റെ അച്ഛൻ്റെ വീട്ടുകാർ അമ്പലവും കൊടിയ മന്ത്രവാദവും ആഭിചാര പ്രവർത്തികളും ബിംബാരാധികളും വിഗ്രഹാരാധികളും ഒക്കെ ആയിരുന്നു. അമ്പലമൊക്കെ മുറ്റത്ത് തന്നെ ഉണ്ടായിരുന്നു. സേവാശക്തികളെ ആരാധിക്കുകയും മന്ത്രവാദങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ആളുകളായിരുന്നു. എന്നാൽ ഞാൻ വളർന്നത് എൻ്റെ അമ്മയുടെ വീട്ടുകാരുടെ കൂടെയാണ് എന്ന് തന്നെ പറയാം. പാട്ട് പാടുകയും പ്രാർത്ഥിക്കുകയും ദൈവവചനം വായിക്കുകയൊക്കെ ചെയ്ത് ബാല്യകാലത്ത് അവരുടെ കൂടെ വളരാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. എന്നാൽ കുറേ പ്രായമായി കഴിഞ്ഞപ്പോൾ, സ്കൂളിലൊക്കെ പോകുന്ന സമയമായി കഴിഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ അച്ഛൻ്റെ വീട്ടുകാരുടെ കൂടെ ജീവിക്കാനായിരുന്നു. 2 പേരും സന്തോഷത്തിലാണെങ്കിൽ പോലും നല്ല വീടൊന്നും ഇല്ലായിരുന്നു. ഹൈറേഞ്ചിലെ ജീവിത സാഹചര്യത്തിൽ കയറിക്കിടക്കാൻ നല്ല വീടില്ലാതെ ചാക്ക് കെട്ടി മറച്ച ഒരു വീട്ടിനകത്താണ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ അച്ഛനും അമ്മയും വളരെ കഷ്ടപ്പെട്ട് സ്ഥലം വാങ്ങിച്ച് വീട് പണിയാൻ ഇടയായി തീർന്നു. ആ വീട്ടിലായിട്ട് ഞങ്ങൾ താമസിക്കുമ്പോൾ ഹിന്ദുവായിട്ടാണ് ഞങ്ങൾ വീണ്ടും എൻ്റെ പ്രായമായി കഴിഞ്ഞപ്പോൾ, തിരിച്ചറിവായി കഴിഞ്ഞപ്പോൾ ജീവിക്കാൻ ഒത്തിരി ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ട് ജീവിതത്തിൽ ഒത്തിരി വേദനകൾ എൻ്റെ ജീവിതത്തിൽ വരുവാണ്ടായി തീർന്നു. എനിക്ക് 10 ക്ലാസ് വരെ പഠിക്കാൻ ദൈവം സഹായിച്ചു. അത് കഴിഞ്ഞ് എൻ്റെ പഠനശേഷം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. എൻ്റെ കാരണന്മാരൊക്കെ ഇങ്ങനെ അഭ്യാസങ്ങൾ പഠിപ്പിക്കുന്നവരായിരുന്നു. എൻ്റെ അടുത്തുള്ള ഒരു സഹോദരൻ്റെ കയ്യിൽ നിന്ന് അഭ്യാസങ്ങളൊക്കെ പഠിച്ച് കളരി അഭ്യാസങ്ങളൊക്കെ പഠിച്ച്
അതെല്ലാം പഠിച്ച് പിന്നെ എൻ്റെ അപ്പൻ്റെ വീട്ടുകാരോട്ട് സേവയൊക്കെ എടുത്ത് അതിന് വിളക്കുമൊക്കെ കത്തിച്ച് തിരിയൊക്കെ കത്തിച്ച് ജീവിക്കുന്ന ഒരു അനുഭവമായിരുന്നു. ആ, അഭ്യാസമൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ആളുകൾ തൊട്ടാൽ അവിടെ നിൽക്കും, അടിച്ചാൽ പിന്നെ അവൻ്റെ കൈ ഓങ്ങിയാൽ ആ പൊങ്ങി നിൽക്കുന്ന രീതിയിലുള്ള അഭ്യാസങ്ങളും മർമ്മങ്ങളും ഒക്കെ പഠിച്ചപ്പോൾ എന്നേക്കാൾ വലിയൊരു ആളില്ല എന്നുള്ള ചിന്തയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ആർക്കും എന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ ഏറ്റവും വലിയ ശക്തനാണ്, എനിക്ക് ഭയങ്കര കഴിവുണ്ട് എന്നുള്ള വിചാരമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് എൻ്റെ ജീവിത സാഹചര്യത്തിൽ ഞാൻ അമ്പലങ്ങളിൽ പോയി ആരാധിക്കുകയും ബിംബങ്ങളിലും വിഗ്രഹങ്ങളിലും സേവിക്കുകയും ഒക്കെ ചെയ്തു. കളം വെട്ടുകയും തിരി കത്തിക്കുകയും ഒക്കെ ചെയ്ത് സേവാമൂർത്തികളെ വിളിക്കുകയും ആരാധിക്കുകയും അതിനെ ഭജിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ ഒരു വില്ലനെ പോലെ ഞങ്ങളുടെ ഗ്രാമത്തിൽ ജീവിപ്പാനിടയായി തീർന്നു. അടിയും വെട്ടും വടിവാളും ജീവിതവും ഒക്കെ ആയിരുന്നു എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. ആ കാലഘട്ടങ്ങളിൽ ഞങ്ങൾക്ക് ജീവിക്കാനായിട്ട് ഹൈറേഞ്ചിലുള്ള കഞ്ചാവ് കൃഷികളും അങ്ങനെയൊക്കെയുള്ള കൃഷികളിൽ ഏർപ്പെടുകയും ആ കാലഘട്ടങ്ങളിൽ ജീവിക്കാൻ വേറെ വഴികളൊന്നുമില്ലായിരുന്നു. പിന്നീടായി കഴിഞ്ഞപ്പോൾ കഞ്ചാവിൻ്റെ ഉപയോഗം കൂടാൻ തുടങ്ങി. മദ്യവും മയക്കുമരുന്നും കഞ്ചാവും ഹാൻസും ഒക്കെ ഇഷ്ടം പോലെ ഉപയോഗിക്കുകയും അപ്പനമ്മമാരെ ബഹുമാനിക്കാതെ ഒരു തന്നിഷ്ടമായ ജീവിതശൈലിയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. എൻ്റെ അപ്പനും അമ്മയ്ക്ക് ഏറെ പ്രതീക്ഷകളാണല്ലോ മക്കൾ. എന്നാൽ എൻ്റെ അമ്മ ഒത്തിരി പ്രാർത്ഥിക്കുകയും ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കാൻ ഒത്തിരി ആഗ്രഹിക്കുകയും ചെയ്തു. എന്നാൽ അമ്മ പ്രതീക്ഷിച്ച പോലെ ഒന്നും അല്ലായിരുന്നു എൻ്റെ ജീവിത സാഹചര്യങ്ങൾ. എൻ്റെ കൂട്ടുകെട്ടുകളിലും എൻ്റെ ഞാൻ ഞാൻ എന്നുള്ള ഭാഗങ്ങളിലും എൻ്റെ വിശ്വാസങ്ങളിലും എൻ്റെ അമ്മയെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. അമ്മയ്ക്ക് വിരോധമായി സംസാരിക്കുകയും അമ്മ പ്രാർത്ഥിക്കുമ്പോൾ വന്ന് തെറി പറയുകയും ബഹളം ഉണ്ടാക്കുകയൊക്കെ ചെയ്യും. വീട്ടിൽ പ്രാർത്ഥന വെക്കുന്ന സമയങ്ങളിൽ എൻ്റെ അപ്പൻ സഹകരിക്കാറില്ല. ഞാൻ സഹകരിക്കാം, ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കിക്കോളാം എന്ന് പറയും. എന്നിട്ട് അതൊന്നും ഉണ്ടാക്കാതിരിക്കുകയും അവർക്ക് ആഹാരങ്ങളൊന്നും കൊടുക്കാതെ ഇറക്കി വിടുകയൊക്കെ ചെയ്യുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. അഭ്യാസമൊക്കെ പഠിച്ച് ഞാൻ എന്നുള്ള ഭാഗത്തോടു കൂടി നടക്കുകയും ആരെയും വെല്ലുവിളിക്കുകയും ആരെയും എന്തും ചെയ്യാൻ ഒരു മടിയില്ലാതെ ജീവിക്കുകയും ചെയ്ത ആ കാലഘട്ടത്തിൽ ഒരു വലിയ മരത്തിൽ കയറി മുളക് പറിക്കുമ്പോൾ, ആ, പൊക്കമുള്ള വലിയ മരമാണ്. മരത്തിൽ മുളക് പറിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നെ കൂടെയുള്ള ആളുകൾ ചോദിച്ചു, ആശാനെ ഇന്നലെ ക്ലാസ് ഒന്നും ഇല്ലായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ, അപ്പോൾ എനിക്ക് വലിയ ആശാനെന്നൊക്കെ വിളിച്ചപ്പോൾ ഞാൻ എന്നൊരു ഭാഗം എനിക്കുണ്ടായി. ഒരു 60 അടി പൊക്കത്തിൽ മുളക് പറിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് എൻ്റെ മനസ്സിൽ പെട്ടെന്നൊരു ചിന്തയുണ്ടായത്, ഈ മരം ഇപ്പോൾ ഒടിഞ്ഞാൽ എനിക്ക് 3 കറക്കത്തിന് നിലത്ത് വന്ന് നിൽക്കാൻ പറ്റും എന്ന് മനസ്സിൽ ചിന്തിച്ചു. ആ സെക്കൻഡിൽ ആ മരം ഒടിഞ്ഞു. എനിക്ക് കറങ്ങാനോ തിരിയാനോ എനിക്കൊന്നും പറ്റാതെ നിസ്സഹായനായിട്ട് ഞാൻ താഴോട്ട് വീണു. അന്ന് ഞാൻ സേവിച്ച സേവകൾക്കോ ഞാൻ സേവിച്ച ദൈവത്തിനോ എന്നെ വിടുവിക്കാൻ കഴിഞ്ഞില്ല. തീർച്ചയായിട്ടും എൻ്റെ അഭ്യാസങ്ങൾക്കൊന്നും എന്നെ രക്ഷിക്കാൻ പറ്റിയില്ല. ഭയങ്കര കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ആളായിരുന്നു. പക്ഷേ അതെല്ലാം ദുർബലമായി ഒന്നും ചെയ്യാൻ പറ്റാതെ നിസ്സഹായനായിട്ട് ഞാൻ താഴോട്ട് വീണു. താഴോട്ട് വീണ് നടുവ് ഒടിഞ്ഞ് ഒടിഞ്ഞു വന്നൊരു പീസ് എൻ്റെ നടുവിലും വീണ് ഞാൻ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായി. ആ വീട്ടുകാരെന്നെ ഹോസ്പിറ്റലിൽ കൊണ്ട് ആക്കുകയും തുടർന്ന് എന്നെ സഹായിക്കാനും നോക്കാനായിട്ട് എൻ്റെ മാതാപിതാക്കളാണ് വന്നത്. എൻ്റെ മാതാപിതാക്കൾ എൻ്റെ അടുത്ത് വന്ന് എന്നെ നോക്കുവാൻ വരുന്നതിന് മുമ്പ് എൻ്റെ മാതാപിതാക്കന്മാരെ ഞാൻ ഒത്തിരി വേദനിപ്പിച്ചിട്ടുള്ള ആളാണ്. അമ്മയെ കൈക്ക് പിടിച്ച് കൈ ഒടിക്കുകയും അപ്പനിട്ട് വാക്കത്തി കൊണ്ട് വെട്ടുകയും ആ, അമ്മയെ തെറി പറയുകയും ബഹളം ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വില്ലൻ ശൈലി, മാതാപിതാക്കന്മാരെ ബഹുമാനിക്കാതെ തെറി പറയുകയും അടിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രത്യേക ജീവിത ശൈലിയായിരുന്നു. അന്ന് ഞാൻ സേവിച്ച ദൈവങ്ങൾ എനിക്കതിന് കൂട്ടായിരുന്നു. അതുകൊണ്ടാണ് സ്നേഹമില്ലാത്ത പ്രവർത്തനങ്ങളൊക്കെ ഞാൻ ചെയ്യാനിടയായി തീർന്നത്. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി കുറേ ഒരു 3-4 മാസം ഹോസ്പിറ്റലിൽ കിടന്നു. അതിനുശേഷമായിട്ട് വീട്ടിൽ വന്നു. വീട്ടിൽ വന്നിട്ട് കിടപ്പിൽ തന്നെയായിരുന്നു. നടുവ് പൊട്ടിയത് കൊണ്ട് മലമൂത്ര വിസർജനങ്ങളൊക്കെ കിടപ്പിൽ തന്നെയായിരുന്നു. എന്നെ സഹായിക്കാനായിട്ട് എൻ്റെ മാതാപിതാക്കന്മാർ മാത്രമല്ലാതെ വേറെ ആരും ഇല്ലായിരുന്നു. ഹൈറേഞ്ചിലായിരുന്നുകൊണ്ട് ഒത്തിരി കൂട്ടുകെട്ടുകൾ എനിക്കുണ്ടായിരുന്നു. രാഷ്ട്രീയ ബന്ധങ്ങളും ഒത്തിരി ഞാൻ പഠിപ്പിക്കുന്ന ആളുകളും എൻ്റെ കൂടെ പഠിച്ച ആളുകളും ഒക്കെ ഒത്തിരി ആളുകളും സഹായികളൊക്കെ എനിക്കുണ്ടായിരുന്നു. രാത്രി കാലങ്ങളിൽ അടിക്കാനും വെട്ടാനും തല്ലാനും ഒക്കെ പോകാൻ ഒത്തിരി ആളുകളുണ്ടായിരുന്നു. പക്ഷേ എനിക്കൊരു പ്രശ്നം വന്ന ഞാൻ വീണ് കിടന്നപ്പോൾ എന്നെ സഹായിക്കാൻ ഒറ്റ മനുഷ്യനും തിരിഞ്ഞു നോക്കിയില്ല. അതുതന്നെയല്ല, എൻ്റെ അപ്പനും അമ്മയും അവരെന്നെ ഒത്തിരി കഷ്ടപ്പെട്ട് നോക്കുവാനിടയായി തീർന്നു. എത്ര ബഹളം ഉണ്ടാക്കിയാലും നിസ്സഹായനായി കിടന്നപ്പോൾ അവരാണ് എന്നെ സഹായിക്കുകയും എന്നെ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് എന്നെ കിടത്തുവാനൊക്കെ ഇടയായി തീർന്നു. കുറേ നാളുകൾ മാസങ്ങളോളം എൻ്റെ വീട്ടിൽ ഒരു കട്ടിലിൽ തന്നെ ഞാൻ കിടപ്പിലായിപ്പോയി. എഴുന്നേൽക്കാൻ കഴിയാത്ത സാഹചര്യമായിപ്പോയി. അതിനു മുമ്പ് എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പാസ്റ്റർ എൻ്റെ വീട്ടിൽ നിന്ന് കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്.
അദ്ദേഹം ഇറങ്ങിപ്പോകുമ്പോൾ കാലിലെ ചെരുപ്പിലെ പൊടി തട്ടിയിട്ടിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. ഞാൻ കിടക്കുന്ന സമയത്ത് അദ്ദേഹം എൻ്റെ വീട്ടിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു, മോനെ, എത്ര നാളായി നീ ഇവിടെ കിടക്കുന്നത്? നിനക്ക് എഴുന്നേറ്റ് നടക്കണ്ടേ? നിനക്ക് സൗഖ്യമാകണ്ടേ? നീ യേശുക്രിസ്തു വിശ്വസിച്ചാൽ തീർച്ചയായിട്ടും നിന്റെ ഈ പ്രശ്നങ്ങളൊക്കെ മാറും. കർത്താവ് നിന്നെ എഴുന്നേൽപ്പിച്ച് നടത്താനിടയായിത്തീരും. എനിക്കൊട്ടും വിശ്വാസമില്ല. കാരണം ഞാൻ സേവിച്ച ദൈവങ്ങൾക്ക് അതിൽ തന്നെ ഞാൻ ഉറച്ചു നിന്നു. ഭയങ്കര നേർച്ചയും കാഴ്ചയും വഴിപാടും ഒക്കെ അർപ്പിച്ചിട്ടും എനിക്ക് എഴുന്നേൽക്കാൻ പറ്റാതെ കിടക്കുമ്പോഴാണ് ഇദ്ദേഹം വന്ന് പറയുന്നത്, നീ യേശു വിശ്വസിച്ചാൽ തീർച്ചയായിട്ടും നിന്നെ എഴുന്നേൽപ്പിക്കും. എനിക്ക് നല്ലൊരു വിശ്വാസം പോരാ. അങ്ങനെ യേശു എന്നെ എഴുന്നേൽപ്പിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ യേശുവിനെ പ്രസംഗിച്ചോളാം തീരുമാനമെടുത്തു. തീർച്ചയായിട്ടും ചെയ്തോളാം, ഉറപ്പാണ്. എവിടെയും പോയി യേശുവിനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞോളാന്ന് ഇങ്ങനെ തീരുമാനമെടുത്തു. ഏകദേശം 2 ദിവസം കഴിഞ്ഞു, 3 ദിവസം കഴിഞ്ഞു, ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കംപ്ലീറ്റ് സൗഖ്യമായി. കംപ്ലീറ്റ് ആ പ്രശ്നങ്ങൾ മാറി ഞാൻ എഴുന്നേറ്റ് നടപ്പാനിടയായി തീർന്നു. ഒരിക്കലും എഴുന്നേറ്റ് നടക്കാൻ ഒരു സാധ്യതയില്ലാത്ത എന്നെ യേശു തൊട്ടു സൗഖ്യമാക്കാനിടയായി തീർന്നു. എൻ്റെ വിശ്വാസങ്ങൾക്കൊന്നും എന്നെ രക്ഷിക്കാനോ എന്നെ സഹായിക്കാനോ എന്നെ ഒന്നും ചെയ്യാൻ കഴിയാതെ നിസ്സഹായനായി മാറി നിന്നപ്പോൾ യേശു എൻ്റെ ജീവിതത്തിലേക്ക് വന്നു. എനിക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്തു. അത് കഴിഞ്ഞ് കർത്താവിനോട് ചെയ്തിരിക്കുന്നതായ ആ വാക്കുകൾ എന്നെ എഴുന്നേൽപ്പിച്ചു വിട്ട യേശുവിന് വേണ്ടി ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച് തുടർന്ന് ബൈബിൾ കോളേജിൽ പോവുകയും പഠിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവവചനമൊക്കെ അഭ്യസിച്ച് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങാൻ തീരുമാനിച്ചു. അങ്ങനെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങാൻ തീരുമാനിച്ചു. ബൈബിൾ കോളേജിൽ പോയി 3 വർഷം ദൈവവചനം പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പല ഭാഗത്തും പോയി നിന്ന് സാക്ഷ്യങ്ങൾ പറയാനും കർത്താവ് എന്നെ സൗഖ്യമാക്കിയതിനെ കുറിച്ച് പറയാനൊക്കെ അങ്ങനെ ദൈവം സഹായിച്ചു. അങ്ങനെ വീണ്ടും ഒരു സ്ഥലത്ത്, കൊല്ലം ഡിസ്ട്രിക്റ്റിലുള്ള ഒരു സ്ഥലത്ത് കർത്താവിൻ്റെ വേല ചെയ്യാനായിട്ട് ഒരു സഭ കിട്ടി. കൊല്ലം ഡിസ്ട്രിക്റ്റിൽ ഇവിടുന്ന് എൻ്റെ വീട്ടിൽ നിന്നും 160 കിലോമീറ്റർ അകലെയാണ് ആ സ്ഥലം. അവിടെ പോയി ഞാനും എൻ്റെ എൻ്റെ വൈഫിന് ഒരു ജാസ്മിൻ എന്നാണ്. ഞങ്ങൾക്ക് മക്കളൊന്നുമില്ല. 5 വർഷമായിട്ട് മക്കളൊന്നും ഇല്ലായിരുന്നു. സഭയിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ട് വന്നു. ഒട്ടും ആളില്ലായിരുന്നു. ദൈവം ഒത്തിരി ആത്മാക്കളെ തന്നു. അവിടെ പ്രാർത്ഥിക്കുന്നവർക്കെല്ലാം മക്കളുണ്ടാകും. പക്ഷെ ഞങ്ങൾക്ക് മാത്രം മക്കളില്ല 5 വർഷമായിട്ട്. ഞങ്ങളൊരു വീട്ടിൽ പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ ആളുകൾ ചോദിക്കും, നിങ്ങൾക്ക് മക്കളില്ല, നിങ്ങൾ പ്രാർത്ഥിക്കാൻ വന്നതല്ലേ, നിങ്ങൾക്ക് മക്കളൊക്കെ എത്ര പേരുണ്ടെന്ന് ചോദിക്കുമ്പോൾ പലപ്പോഴും കുനിഞ്ഞിരിക്കാറുണ്ട്. യേശുവിനെ കണ്ടിറങ്ങിയിട്ട് മക്കളൊന്നും ഇല്ലാതെ ഒത്തിരി അപമാനപ്പെടുവാനിടയായി തീർന്നു. എന്നാൽ അങ്ങനെ കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ട് വരുന്ന സമയങ്ങളിൽ ഒത്തിരി കഷ്ടപ്പാട്, ഒത്തിരി പാവങ്ങളുടെ ഇടയിലാണ്, എന്ന് പറഞ്ഞാൽ പൈസയൊന്നും ഇല്ലാത്ത ആളുകളുടെ ഇടയിലാണ് കർത്താവിൻ്റെ വേല ചെയ്തത്. ഞങ്ങൾക്ക് സപ്പോർട്ടുകളൊന്നും ഇല്ലായിരുന്നു. എന്നാൽ കർത്താവ് ഞങ്ങൾക്ക് തുണ നിന്നു. ഓരോ പ്രാവശ്യങ്ങളിലും ആഹാരം തീർന്നു പോകുമ്പോൾ പഴയ കാലത്ത് ദൈവദാസന്മാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, വെള്ളം അടുപ്പ് വെച്ച് തിളപ്പിക്കുക എന്ന്. വെള്ളമൊക്കെ അടുപ്പ് വെച്ച് തിളപ്പിച്ചു. തവിയിട്ട് ഇളക്കി നോക്കിയിട്ടുണ്ട്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ചാക്ക് കണക്കിന് സാധനമായിട്ട് ആളുകൾ വരുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. ദൈവം വിശ്വസ്തനാണ്. അങ്ങനെ കർത്താവിൻ്റെ അത്ഭുതങ്ങൾ ഓരോ ദിവസങ്ങളും കാണാനിടയായി തീർന്നു. ചില നാളുകൾ കഴിഞ്ഞപ്പോൾ, ഒരു 5 വർഷം കഴിഞ്ഞാണ് എനിക്കൊരു ആൺകുഞ്ഞിനെ ദൈവം തന്നത്. ആൺകുഞ്ഞിനെ ദൈവം തന്നു. ഒരു സുഖപ്രസവമായിരുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ആൺപൈതലിനെ ദൈവം എനിക്ക് തരുവാനിടയായി തീർന്നു. ശേഷമായിട്ട് ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു ആൺപൈതലിനെ കൂടെ തന്നു. അതിനുശേഷം അങ്ങനെ എനിക്ക് 5 മക്കളെ ദൈവം തന്നു. 5 വർഷം ലേറ്റായെങ്കിലും ദൈവം തന്നപ്പോൾ 5 മക്കളെ എനിക്ക് തരാനിടയായി തീർന്നു. അങ്ങനെ ഇപ്പോൾ സന്തോഷത്തോടു കൂടി കർത്താവിൻ്റെ വേല ചെയ്യുന്നു. അതുപോലെ കർത്താവിൻ്റെ വേല ചെയ്യുന്ന സമയത്ത് ഓരോ സ്ഥലങ്ങളിൽ ചർച്ച് മിനിസ്ട്രി അല്ലാതെ തന്നെ വയസ്സുകളിലെല്ലാം പോയി എന്ന് യേശു വിടുവിച്ച സാക്ഷ്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറയാറുണ്ട്. അതുപോലെ ഇരിക്കുമ്പോഴാണ് എനിക്ക് കോട്ടയത്തേക്ക് ഒരു ചർച്ചിലേക്ക് ശുശ്രൂഷയ്ക്കായിട്ട് അവസരം കിട്ടി. കോട്ടയത്ത് വന്ന് കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ജോലി ചെയ്യാറുണ്ടായിരുന്നു. ജോലിക്ക് വേണ്ടി പോയിട്ട് വരുന്ന വഴിക്ക് ഒരു ഭാരത ബെൻസ് വന്ന് എന്നെ ഇടിച്ച്, എൻ്റെ ബൈക്കിലേക്ക് ഇടിച്ച് ഞാൻ തെറിച്ചു പോകാനിടയായി തീർന്നു. അങ്ങനെ തെറിച്ചു പോയി. എൻ്റെ കാല് രണ്ടും വട്ടം ഒടിഞ്ഞു. എൻ്റെ വലത് കൈ പറഞ്ഞു പോയി. എൻ്റെ വായിൽ പല്ല് മുഴുവൻ സെറ്റോടെ താഴോട്ട് പോയി. എൻ്റെ വലത് സൈഡിലെ വാരിയിലെല്ലാം ഒടിഞ്ഞ് അകത്തേക്ക് കയറി. ലെൻസിന് വരെ കേട് സംഭവിച്ചു. നെഞ്ചിനകത്ത് വെള്ളം കെട്ടാനിടയായി തീർന്നു. വയറ് മുഴുവൻ ബ്ലഡായി. തലച്ചോറിനകത്ത് ബ്ലഡ് കയറി. കോമ സ്റ്റേജിൽ ഒരിക്കലും രക്ഷപ്പെടാത്ത രീതിയിൽ മെഡിക്കൽ കോളേജിൽ കിടക്കാനിടയായി തീർന്നു. ആ മെഡിക്കൽ കോളേജിൽ കിടക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞൊരു സംഭവം, ഇദ്ദേഹം രക്ഷപ്പെടാൻ ഒരു സാധ്യതയില്ല, മരിച്ചു പോകത്തേ ഉള്ളൂ, 18% പോലും സാധ്യതയില്ല, മരിച്ചു പോകത്തേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ
എൻ്റെ ഭാര്യയും എൻ്റെ 5 കുഞ്ഞുങ്ങളും വളരെ ശക്തമായി ഭാരപ്പെട്ടു, കരഞ്ഞു. എൻ്റെ ബന്ധുമിത്രാദികളൊക്കെയും പ്രാർത്ഥിപ്പാനിടയായി തീർന്നു. കേൾക്കുന്ന ദൈവദാസന്മാരെല്ലാം ശക്തമായി പ്രാർത്ഥിച്ചു. ഒരിക്കലും മടങ്ങി വരാത്ത രീതിയിൽ അനക്കമില്ല. ഒരു തൊണ്ടയിൽ അനക്കം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ 7ാമത്തെ ദിവസമായി കഴിഞ്ഞപ്പോൾ മരണത്തിന്മേലും ജീവന്റെ മേലും അധികാരമുള്ള യേശുവിൻ്റെ കരം ഐസിയുവിൽ ഇറങ്ങി. ഡോക്ടർമാരുടെ സകല വിധികളെയും മാറ്റി യേശുവിനെ അത്ഭുതകരമായി സൗഖ്യമാക്കി. ഇന്ന് ഞാൻ കർത്താവിന് വേണ്ടി ഓടി നടന്ന് കർത്താവിൻ്റെ വേല ചെയ്യുന്നു. ഒരു കാരണവശാലും നടക്കത്തില്ല, മരിച്ചു പോകത്തേ ഉള്ളൂ, അവിടെ കൊണ്ട് അവസാനിക്കത്തേ ഉള്ളൂ എന്ന് പറഞ്ഞ സ്ഥാനത്ത് നിന്നും കർത്താവ് ഞങ്ങൾ അത്ഭുതകരമായി സൗഖ്യമാക്കാനിടയായി തീർന്നു. വിളിച്ച ദൈവം വിശ്വസ്തനാണ്, വഴിയിട്ടിട്ട് പോകുന്ന ദൈവം അല്ല എന്ന ജീവിതത്തിൽ മനസ്സിലാക്കാനിടയായി. വീണ്ടും സഭയിൽ കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ തന്നെ ആയിരിക്കുമ്പോൾ ഓരോ ദിവസം ജോലിക്കൊന്നും പോകാൻ കഴിയാത്ത സാഹചര്യമാണ്. വാടക കൊടുക്കാനായിട്ട് യാതൊരു സംവിധാനങ്ങളില്ല. എങ്കിലും കർത്താവ് ഒന്നിനും മുട്ടുവരാതെ ഞങ്ങളെ പരിപാലിച്ച് വഴി നടത്തുവാൻ ഇടയായി. വീണ്ടും അവിടെ താമസിക്കുന്ന സമയത്ത് കൊറോണ എന്നെ കാണാൻ ഒരാൾ വന്നതാണ്. അദ്ദേഹത്തിന് കൊറോണ പോസിറ്റീവായിരുന്നു. എന്നെ കണ്ടിട്ട് പോകുമ്പോൾ എനിക്കും അത് പിടിക്കാനിടയായി. എന്നിട്ട് ഭയങ്കരമായ അത് കൂടുതലായി 108 വണ്ടി വന്ന് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റാക്കി. മരിച്ചു പോകുന്ന വലിയ സാഹചര്യമായിരുന്നു. ആക്സിഡന്റ് വന്നപ്പോൾ എൻ്റെ കൂടെ നിൽക്കാൻ സഹോദരങ്ങളുണ്ടായിരുന്നു. കൊറോണ വന്ന് കൂടിക്കഴിഞ്ഞപ്പോൾ നിൽക്കാൻ പോലും ആരുമില്ല, നടക്കാനും പറ്റത്തില്ല. പ്രത്യേക ഒരവസ്ഥയിൽ ഹോസ്പിറ്റലിൽ കിടക്കാൻ പറ്റി. എന്നാൽ സർവശക്തനായ ദൈവം മരണത്തിൽ ഏൽപ്പിച്ചു കൊടുക്കാതെ എനിക്ക് അത്ഭുതമേറിയ സൗഖ്യം തരാനിടയായി. വീണ്ടും കുറേ നാളുകൾ കഴിഞ്ഞപ്പോൾ കർത്താവിന് വേണ്ടി തന്നെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അടിക്കടിയായി ഓരോ പ്രതിസന്ധികൾ എന്നെ പരാജയപ്പെടുത്താൻ വന്നു. പക്ഷേ കർത്താവ് എല്ലാ പ്രതിസന്ധിയിലും എൻ്റെ കൂടെ നിന്നു. അതിനെ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അത് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വീട്ടിൽ ആഹാരമില്ലാതെ വളരെ ഭാരപ്പെട്ടു. കർത്താവിൻ്റെ വേല ചെയ്യുകയാണ്. സഭയുണ്ട്, വണ്ടിയുണ്ട്, സഭയിൽ പോയിട്ട് വരുന്നു. വിശ്വാസികളൊക്കെ നമ്മൾ ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുന്നതായിട്ട് കാണുമെങ്കിലും സുവിശേഷകന്റെ വീട്ടിലെ കാര്യങ്ങൾ ആരും അന്വേഷിക്കാറില്ല. വീട്ടിൽ കഴിക്കാൻ ആഹാരമില്ലാതെ വളരെ ഭാരപ്പെടുന്ന സമയങ്ങളിൽ ശരിക്കും പറഞ്ഞാൽ ഹോസ്പിറ്റലിന്റെ വാതിക്കൽ മക്കളുമായിട്ട് പോയി നിൽക്കേണ്ടി വന്നു. 2 ദിവസം നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അറിയാത്ത ഒരാൾ, വലിയൊരു ഹോട്ടലിന്റെ ഉടമസ്ഥൻ, രാത്രി 7 മണിയായപ്പോൾ ഒരു കാറ് നിറച്ചും ആവശ്യത്തിന് ചോറും ഒരു 6-7 കൂട്ടം കറികളുമായിട്ട് എൻ്റെ അടുക്കൽ എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്ക് വരും. പിറ്റേ ദിവസം കൂടെ കഴിക്കാനുള്ളത് കൊണ്ടുതരുമായിരുന്നു. അങ്ങനെ എല്ലാ ദിവസവും ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ആളെ ദൈവം പറഞ്ഞു വിട്ടു, നീ ഇനി അവിടെ പോയി നിൽക്കണ്ട എന്നുള്ളതായിരിക്കാം. അത്ഭുതകരമായി ദൈവം ആ സാഹചര്യങ്ങളിലും എൻ്റെ കൂടെ നിൽക്കുകയും എനിക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യാൻ ഇടയായി തീർന്നു. വീണ്ടും ആ സാഹചര്യത്തിൽ നിന്നും വാടക കൊടുക്കാൻ നിവൃത്തിയില്ലാതെ കർത്താവിൻ്റെ വേല ചെയ്യുമ്പോൾ തന്നെ വാടക കൊടുക്കാൻ 10,000 രൂപ വേണം. വീട്ടിൽ താമസിക്കാൻ, മക്കളെ വളർത്താൻ, പഠിപ്പിക്കുവാൻ, മറ്റു കാര്യങ്ങൾക്കൊന്നും പൈസ ഇല്ലാതെ വളരെ ഭാരപ്പെട്ടു. സപ്പോർട്ടൊന്നും ഇല്ലായിരുന്നു. എന്നാൽ ആ സാഹചര്യത്തിൽ വീട്ടുകാരൻ പറഞ്ഞു, മാസവാടക കൊടുക്കാൻ കഴിയാത്തത് കൊണ്ട് ഇദ്ദേഹം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണമെന്ന് പറഞ്ഞു. മനസ്സിന് ഭയങ്കര ഭാരമായി. 5 മക്കളുമായിട്ട്, ഭാര്യയായിട്ട് ഒരു കർത്താവിൻ്റെ ദാസൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി വഴിയിലേക്ക് ഇറങ്ങുന്നത് ചിന്തിക്കാൻ പറ്റത്തില്ല. എൻ്റെ അമ്മയെ ഞാൻ പല പ്രാവശ്യവും ഞങ്ങളുടെ കൂടെ നിൽക്കാൻ വിളിച്ചിട്ടുണ്ട്. എൻ്റെ അമ്മ സ്നേഹത്തോടെ എൻ്റെ കൂടെ വന്ന് നിൽക്കത്തില്ല. എന്നാൽ എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ വീട്ടുകാരെ ഞങ്ങൾ പോയി അവരുടെ വീട്ടിൽ പോയി 6-7 മാസം താമസിക്കാൻ അവരവസരം ഒരുക്കി തന്നു. അങ്ങനെ ആ വീട് ഞങ്ങൾക്കൊരു അനുഗ്രഹമായിരുന്നു. എൻ്റെ സഹോദരനും വീട്ടുകാരും ഞങ്ങളെ കാര്യമായി അന്വേഷിക്കുകയും സഹായിക്കുകയും ഞങ്ങളെ സ്നേഹിക്കുകയും ചെയ്തു. 2 കുടുംബങ്ങളെ ഒരുമിച്ച് താമസിക്കുക ഭയങ്കര ബുദ്ധിമുട്ടാണ്. എങ്കിലും അവിടെ തന്നെ 6-7 മാസം താമസിക്കേണ്ടി വന്നു. സ്വന്തമായിട്ട് ഒരു വീടില്ലാതെ, സ്വന്തമായിട്ട് ജീവിക്കാനുള്ള സാഹചര്യങ്ങളില്ലാതെ കർത്താവിൻ്റെ വേല ചെയ്യുകയാണ്. ഓരോ പ്രതിസന്ധികൾ ജീവിതത്തിൽ വരുമ്പോഴും കർത്താവ് കൂടെ നിന്നു, ഞങ്ങളെ സഹായിച്ചു. ഇനി സ്വന്തമായിട്ട് വീടില്ലാതെ എങ്ങനെ കർത്താവിന് വേണ്ടി പോകും? കുഞ്ഞുങ്ങളെ എവിടെയാക്കും? സേഫായിട്ട് ആക്കാൻ സ്ഥലമില്ല. വൈഫിനെ ഞങ്ങൾക്ക് ഒരുമിച്ച് വാടക കൊടുക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് സ്വന്തമായിട്ടൊരു വീട് വാടകയ്ക്ക് എടുത്താലും എനിക്ക് ജോലിക്കൊന്നും പോകാൻ പറ്റത്തില്ല. ശരീരം മുഴുവൻ ഒഴിഞ്ഞ് ഞൊറുങ്ങി ജോലി ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് മുമ്പോട്ട് പോകാൻ വളരെ ഭാരപ്പെട്ട് വളരെ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക്
ഈ ആക്സിഡന്റിൽ ഒരു ക്ലെയിം കിട്ടാണ്ടായി തീർന്നു. അങ്ങനെ ആ പൈസ കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ആരുടെയും അപ്പൻ്റെയോ അമ്മയുടെയോ സ്വത്തുക്കളില്ലാതെ ആ പൈസ കൊണ്ട് സ്വന്തമായിട്ട് വീട് സ്ഥലം മേടിപ്പാൻ റോഡ് സൈഡിൽ വളരെ ഞങ്ങൾ ചിന്തിക്കാത്ത ഒരുക്കി വെച്ചിരുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു വീട് ഞങ്ങൾക്ക് വാങ്ങാൻ ദൈവം സഹായിച്ചു. എൻ്റെ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി ഇതുപോലുള്ള സാഹചര്യങ്ങളിലും ദൈവം ആമേ എന്ത് ചെയ്യുന്ന നിരാശയോടെ ഭാരപ്പെട്ട നിമിഷങ്ങളുണ്ട്. പക്ഷേ ഈ സമയം ഇതുപോലെ വേദനിച്ച സമയങ്ങൾ വേറൊന്നുമില്ല. കാരണം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ പറ്റാത്ത സാഹചര്യമായിപ്പോയി. ഞങ്ങൾക്ക് ഒരു ഞങ്ങളുടെ സ്വന്തം വീടല്ലാത്തതുകൊണ്ട് അവരുടെ വീട്ടിൽ താമസിക്കുന്നതുകൊണ്ട് വീണ്ടും പോലെ സ്വാതന്ത്ര്യമൊന്നും ഉണ്ടായില്ല. അവർക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു കുറച്ച് ദിവസം കഴിയുമ്പോൾ മാറുമെന്ന്. അവരുടെ പ്രതീക്ഷയും പോകുന്ന രീതിയിലായിപ്പോയി. ഒരു വർഷം അടുത്ത് അവിടെ താമസിക്കാൻ അവർ സഹായിച്ചു. അപ്പോൾ തന്നെ ജീവിതത്തിൽ ഒത്തിരി വേദനയിലൂടെ കടന്നുപോയി. കർത്താവേ, അങ്ങയുടെ വേല ചെയ്യാൻ ഇറങ്ങിയിട്ട് ഇതുപോലെ അടിക്കടിയായി ഓരോ പ്രശ്നങ്ങൾ വന്നു. തകർന്നു പോകുന്നു തോന്നുമ്പോൾ ദൈവം മറ്റൊരു വഴി തുറക്കാനിടയായി തീരും. അങ്ങനെയാണ് കർത്താവ് ഞങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട വീട് സ്ഥലമൊക്കെ തന്നു. ഇപ്പോൾ ഞങ്ങൾ ഹാപ്പിയായിട്ട് കർത്താവിൻ്റെ വേല ചെയ്യുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ കഴിഞ്ഞ ദിവസം എൻ്റെ രണ്ടാമത്തെ മോന് ഞങ്ങൾക്കൊരു സ്കൂട്ടറുണ്ട്. അത് അത് വീടിൻ്റെ പുറകിലിരിക്കുകയായിരുന്നു. അതവൻ തള്ളി ഫ്രണ്ടിലേക്ക് കൊണ്ട് വെച്ചപ്പോൾ അതിനകത്തുനിന്നൊരു പാമ്പുണ്ടായിരുന്നു സ്കൂട്ടറിനകത്ത്. അത് പെട്ടെന്ന് ചാടി എൻ്റെ മോൻ്റെ കയ്യെ കടിച്ചു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെന്നപ്പോഴത്തേക്ക് അത് അണലിയാണ്. ഭയങ്കര സീരിയസ് ആയിപ്പോയി. രക്ഷപ്പെടാൻ സാധ്യതയില്ലായിരുന്നു. എങ്കിലും കാരിത്താസിലെ ഹോസ്പിറ്റലിൽ മോൻ വെന്റിലേറ്ററിൽ കിടക്കുമ്പോൾ തന്നെ ശക്തമായി ജനമെല്ലാം പ്രാർത്ഥിച്ചു. ഞങ്ങൾ കുടുംബമായി ശക്തമായി ഇടിവ് നിന്ന് പ്രാർത്ഥിച്ചു. ദൈവം അത്ഭുതങ്ങളെ ചെയ്തു. മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കാതെ സൗഖ്യമാക്കേണ്ടതായി തീർന്നു. ഞാൻ പറഞ്ഞത്, കർത്താവിനെ അറിഞ്ഞു കഴിഞ്ഞ് ഒത്തിരി പ്രതിസന്ധികൾ ജീവിതത്തിനെതിരെ വന്നു. സഭകളിൽ പോയി നിന്നിട്ടാണെങ്കിലും അവിടെ നിൽക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ, പിന്നെ അതുപോലെ തന്നെ ആക്സിഡൻറ്റുകൾ, മരണകരമായിരിക്കുന്ന ഒത്തിരി പ്രതികൂലങ്ങൾ ജീവിതത്തിനെതിരെ തകർത്ത് കളയാൻ വന്നു. പക്ഷേ ഒരു പ്രശ്നങ്ങൾക്കും ഏൽപ്പിച്ചു കൊടുക്കാതെ ദൈവം ഞങ്ങളുടെ കൂടെ നിന്നതുകൊണ്ട് കർത്താവിൻ്റെ പ്രവൃത്തിയെ ഓർത്ത് എത്ര സ്തുതിച്ചാലും കഴിയത്തില്ല. മതിയാകത്തില്ല. യേശു നമ്മളെ രക്ഷിക്കുമ്പോൾ യേശു തൻ്റെ ജീവൻ കൊടുത്താണ് നമ്മെ വിലയ്ക്ക് വാങ്ങുന്നത്. യേശു തൻ്റെ രക്തം മുഴുവനും കൊടുത്താണ് നമ്മെ വിലയ്ക്ക് വാങ്ങുന്നത്. തൻ്റെ ആത്മാവിനാൽ നമ്മളെ സീൽ ചെയ്യുന്നു. നമ്മൾ ദൈവത്തിൻ്റെ മന്ദിരമാകുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ താമസിക്കുന്നു. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മളിൽ വസിക്കുന്നു. അതുകൊണ്ട് ഒരു ശത്രുവിനും ഒരു പ്രതികൂലങ്ങൾക്കും ഒരു പ്രതിസന്ധികൾക്കും നമ്മെ തകർത്ത് കളയാൻ പറ്റത്തില്ല. ജീവിക്കുന്ന യേശു നമ്മളെ കൈപിടിച്ച് വഴി നടത്തുന്ന ദൈവമാണ്. ഇതുപോലുള്ള ഓരോ പ്രതിസന്ധികളിലും തീർന്നു പോകും എന്ന ചിന്തിച്ച സ്ഥാനത്ത് യേശു ഞങ്ങളെ അത്ഭുതകരമായി സൗഖ്യമാക്കുകയും സഹായിക്കുകയും കൂടിയിരിക്കുകയും ചെയ്തു. കർത്താവിൻ്റെ വേല എന്ന് പറയുമ്പോൾ ഒത്തിരി സന്തോഷമാണെന്ന് വിചാരിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. എന്നാൽ ശുശ്രൂഷ ചെയ്യുന്ന ദൈവദാസന്മാർക്ക് ഒത്തിരി ഒത്തിരി പ്രതിസന്ധികളിലൂടെ അവർ കടന്നു പോകേണ്ടി വരും. പക്ഷേ ഒരിക്കലും മറ്റുള്ളവർ മാറിപ്പോയാലും യേശു ഒരിക്കലും മാറിപ്പോകുന്ന ദൈവമല്ല. യേശു ഒരിക്കലും കൈവിടുന്ന ദൈവമല്ല എന്ന എൻ്റെ ജീവിതം കൊണ്ട് കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി തെളിയിക്കുവാനും കർത്താവ് കാണിക്കുവാനും ഇടയായി തീർന്നു. ഇപ്പോൾ ഞങ്ങളിവിടെ താമസിക്കുന്നു. കുഞ്ഞുങ്ങൾ പഠിക്കുന്നു. മൂത്ത മോൻ 10ാം ക്ലാസ്സിലാണ്. ഇളയ മോൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഒരു മോള് 5ാം ക്ലാസ്സിലും മറ്റൊരു മോള് 3ാം ക്ലാസ്സിലും പഠിക്കുന്നു. ഏറ്റവും ഒരു കുഞ്ഞുണ്ട്. അതിന് 1.5 വയസ്സ് പ്രായമായി. ഞങ്ങളിപ്പോൾ ചെയ്യുന്ന കാര്യം എല്ലാ ദിവസവും രാവിലെ വണ്ടി എടുത്തുകൊണ്ട് പോയി പബ്ലിക് റോഡുകളിൽ യേശു ജീവിക്കുന്ന ദൈവമാണെന്നും യേശു ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ചും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സഭയിൽ നമ്മൾ സാക്ഷ്യം പറയുമ്പോൾ അല്ലെ ദൈവജനം പറയുമ്പോൾ ചിലപ്പോൾ ആളുകൾക്ക് അഭിപ്രായ വ്യത്യാസം കണ്ടെന്നിരിക്കാം. പക്ഷേ എത്രയോ ആളുകൾ നശിച്ചു പോകുന്നവർ നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ കിടക്കുന്നു. അവരോടൊക്കെ യേശുവിനെ കുറിച്ച് പറയുമ്പോൾ മനസ്സിന് വലിയ സന്തോഷവും വലിയ സമാധാനമാണ്. എന്നാൽ ഇത്രയും നാൾ ഓരോ സ്ഥലങ്ങളിൽ പോയി യേശുവിനെ ഉയർത്തുമ്പോൾ ഒത്തിരി ദൈവങ്ങൾ പേരെടുത്ത് ഇന്നയാളെന്നൊക്കെ പറഞ്ഞ് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് വരെയും യേശു ആണെന്ന് പറഞ്ഞ് പോകുന്നത് കണ്ടിട്ടില്ല. ഈ യേശുവിൻ്റെ നാമം പറയുന്നിടത്ത് അത്ഭുതങ്ങളും വിടുതലുകളും സൗഖ്യവും സന്തോഷവും ഒക്കെ വെളിപ്പെടുകയാണ്. തകർന്ന ജീവിതമുള്ള എൻ്റെ യേശു കരം പിടിച്ച് ഞങ്ങളുടെ ബന്ധുമിത്രാദികളുടെ നടുവിൽ, സഹോദരങ്ങളുടെ നടുവിൽ, ബിംബങ്ങളെയും വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരൊക്കെ നടുവിൽ നിന്നും വിളിച്ചിറക്കി വന്ന യേശു എന്നെ തകർത്ത് കളഞ്ഞില്ല. എൻ്റെ വേണ്ടപ്പെട്ട ആളുകളൊക്കെ ചോദിച്ചു, നീ ഒരു പാസ്റ്റർ അല്ലേടാ, നിനക്കെന്താ അടിക്കടിയായി ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ വരുന്നേ, ഒരു പ്രശ്നങ്ങൾ വരുന്നേ? പക്ഷേ അവിടേക്ക് മുമ്പിലും തകർന്നു പോകാതെ
ഓരോ പ്രതിസന്ധി വരുന്നത് അടുത്ത സ്റ്റെപ്പിലേക്ക് ദൈവം കയറ്റുമായിരുന്നു എന്നുള്ളത് പിന്നീടാണ് മനസ്സിലായത്. ആമേ അങ്ങനെ ആ ആക്സിഡന്റ് വന്നില്ലെങ്കിൽ ഇന്ന് ഞാൻ വഴിയിൽ നിന്ന് യേശുവിനെ എന്നെ സൗഖ്യമാക്കിയ യേശുവിനെ കുറിച്ച് ഞാൻ പറയില്ലായിരുന്നു. ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ വഴി കിടക്കേണ്ട അവസ്ഥ വന്നപ്പോൾ, ആമേൻ, മറ്റുള്ള വീടുകളിൽ കിടക്കേണ്ട അവസ്ഥ വന്നപ്പോഴും യേശു എനിക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്തു. അതുകൊണ്ടാണ് എന്നെ കർത്താവ് സ്വന്തമായി വീട് തന്നെന്നും, ആമേൻ, കർത്താവ് എനിക്ക് അത്ഭുതകരമായി വിടുവിക്കുന്നു പറയാൻ ദൈവം എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്യാനായി. ഇപ്പോൾ ഞങ്ങൾ കർത്താവിൻ്റെ വേല ചെയ്യുന്ന ഇടുക്കി ഡിസ്ട്രിക്റ്റ് രാജാക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ 160 കിലോമീറ്റർ അകലെയാണ് സ്ഥലം. എങ്കിലും ആ സഭയിൽ കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ട് വരുന്നു. ഈ അവസ്ഥയിൽ കർത്താവ് വിടുവിക്കുന്ന ദൈവമാണ്. ജീവനുള്ള ദൈവത്തെ കണ്ടുമുട്ടിയത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഇതുപോലെ ഒരു ദൈവം, സ്നേഹിക്കാൻ കഴിയുന്ന, വിടുവിക്കാൻ കഴിയുന്ന, കൂടെ നിൽക്കുന്ന മറ്റൊരു ദൈവമില്ല. ഒത്തിരി ദൈവഭക്തനായിരുന്ന പല ദൈവങ്ങളെ ആരാധിച്ചൊരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ ആ ദൈവങ്ങൾക്കൊന്നും സ്നേഹിക്കാൻ കഴിയില്ല. നമ്മെ തകർക്കാൻ മാത്രമേ കഴിയുള്ളൂ. ഒരു നല്ലൊരു സന്തോഷം തരാൻ കഴിയില്ല. എൻ്റെ ജീവിതാനുഭവത്തിൽ എന്നെ ഒരു ക്രിമിനലാക്കാൻ മാത്രമേ പറ്റുകയുള്ളൂ. ആളുകളെ തകർക്കുന്ന, വീട്ടിൽ സമാധാനം കെടുത്തുന്ന ഒരു പ്രത്യേക അവസ്ഥയിൽ നിന്നും യേശു എന്നെ രക്ഷിച്ചതുകൊണ്ട് ഞാൻ ഇന്ന് അനേകരെ ഇടയിൽ യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയുന്നു. 2002 യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാനായിട്ട് വെള്ളത്തിൽ ജലസ്നാനം ഏൽക്കാനിടയായി തീർന്നു. അത് കഴിഞ്ഞാണ് ബൈബിൾ കോളേജിലേക്ക് പോകാൻ, അത് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞ് ഒരു ബൈബിൾ കോളേജിൽ പോയി ദൈവവചനം പഠിപ്പാൻ കർത്താവ് സഹായിച്ചു. ആ കാലഘട്ടങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ ആഗ്രഹം യേശുവിനെ ഉയർത്തുക ഉള്ളതായിരുന്നു. ജീവിതത്തിൽ ഒരു മന്ത്രവാദിയാകണമെന്നാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത്. കാരണം മന്ത്രശക്തികൾക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു. എൻ്റെ ജീവിതാനുഭവത്തിൽ എൻ്റെ പിതാവിൻ്റെ വീട്ടുകാരുടെ വല്യപ്പനൊക്കെ ഭയങ്കര മന്ത്രവാദിയായിരുന്നുകൊണ്ട് ചുട്ട കോഴിയെ പറപ്പിക്കുക. ഞാൻ അനുസരണം കേട്ട് ഓടി വിളിച്ചിട്ട് ചെന്നില്ല. അതുകൊണ്ട് ഞാൻ ഓടിപ്പോയ വഴിക്ക് എൻ്റെ കാല് ബ്ലോക്കായിപ്പോയി. അദ്ദേഹം മന്ത്രവാദങ്ങൾ ചെയ്താണ് അങ്ങനെ ആയത്. ഇന്ന സ്ഥലത്ത് ആളുണ്ട് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ വീടുകളിൽ പല ആളുകളും പ്രശ്നം തീർക്കാൻ വരികയും അത് കാണുകയൊക്കെ ചെയ്തുകൊണ്ട് എൻ്റെ ആഗ്രഹം ഒരു മന്ത്രവാദിയാകണമെന്നായിരുന്നു. അതുകൊണ്ട് അതിനുവേണ്ടി ഞാൻ ഒത്തിരി ശ്രമിക്കുകയും ജീവിതം മാറ്റിവെക്കുകയും അഭ്യാസങ്ങൾ പഠിച്ച് പാർട്ടിക്കാർക്ക് വേണ്ടി വെട്ടാനും അടിക്കാനും അടിയുണ്ടാക്കാനും ഗുണ്ടായിസത്തിനൊക്കെ പോയതാണ്. ഒരു പാസ്റ്ററെ തൊട്ടപ്പോഴാണ് ഞാൻ രക്ഷിക്കപ്പെടേണ്ടി വന്നത്. ദൈവദാസന്മാരെ നമുക്കൊന്നും പറയാൻ പാടില്ല എന്ന് അതിലൂടെ എനിക്ക് മനസ്സിലായി. കാരണം ദൈവദാസൻ വീട്ടിൽ കയറിയിട്ട് ഇറങ്ങിപ്പോകുമ്പോൾ അദ്ദേഹം കൈകഴുകിയിട്ട് കയറിയിരിക്കുമ്പോൾ ചുമ്മാ കൈകഴുകിയിട്ട് കയറി ഇരുന്നാൽ മതിയില്ലേ, ഇതൊക്കെ എങ്ങനെ ഉണ്ടാകുമെന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം വീട്ടിൽ നിന്ന് കരഞ്ഞുകൊണ്ടാണ് ഇറങ്ങിപ്പോയത്. ഒത്തിരി ദൈവദാസന്മാരെ ഒത്തിരി വേദനിപ്പിച്ചിട്ടുള്ള ആളാണ്. എൻ്റെ മന്ത്രവാദ ശക്തിയുടെ അത്ര ആർക്കും വരാൻ പറ്റത്തില്ലെന്നായിരുന്നു എൻ്റെ വിശ്വാസം ഇരുന്നത്. അതുകൊണ്ട് അതിനെ നിലനിർത്തിക്കൊണ്ട് പോവുക എന്നുള്ള വിശ്വാസത്തിൽ മുമ്പോട്ട് പോകുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ വലിയ വീഴ്ച സംഭവിച്ചത്. ഞാൻ കിടപ്പിലായത്. പക്ഷേ അന്ന് എൻ്റെ യേശുവാണ് എന്നെ സൗഖ്യമാക്കിയത്. അത്രയും നാളുകൾ ഞാൻ കിടന്നിട്ട് എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ വയ്യാത്ത സാഹചര്യങ്ങളിൽ ഇവർക്കൊന്നും എന്നെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഞാൻ യേശു ക്രിസ്തുവിന് വേണ്ടി എൻ്റെ ജീവിതം സമർപ്പിച്ചു. അതിനു മുമ്പ് ഈ ബിംബങ്ങളെയും വിഗ്രഹങ്ങളെയും ആരാധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളിൽ ഒന്നും എനിക്ക് നല്ലൊരു വെളിവില്ലാത്ത, ബോധമില്ലാത്ത ആ രീതിയിലാണ് ഞാൻ ഇടപെട്ടുകൊണ്ടിരുന്നത്. 24 മണിക്കൂറും മദ്യമില്ലാതിരിക്കാൻ പറ്റത്തില്ല. ഇല്ലെങ്കിൽ മയക്കുമരുന്ന്, ഇല്ലെ കഞ്ചാവ്, അല്ലെ ഹാൻസ്, തമ്പാക്ക്, കൈനിയൊക്കെ ഇഷ്ടം പോലെ ഞാൻ ഉപയോഗിക്കുന്ന ആളായിരുന്നു. ഞാനൊരു മദ്യലഹരിക്കകത്ത് തന്നെ മുഴുകി നടന്ന വ്യക്തിയാണ്. ആരെയും എന്ത് ചെയ്യാൻ മടിയില്ലാതെ, അടിയോ വെട്ടോ അങ്ങനെയൊക്കെ ഒന്നും ചെയ്യാൻ ഒരു മടിയില്ല. എൻ്റെ അഭ്യാസങ്ങളും എൻ്റെ ദൈവങ്ങളും എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസമായിരുന്നു. ലാസ്റ്റാണ് ഇതൊക്കെ അബദ്ധമാണെന്ന് മനസ്സിലായി. ഇതൊക്കെ എന്നെ തകർക്കുമെന്ന് എനിക്ക് മനസ്സിലായി. ഇതൊക്കെ എന്നെ ക്രിമിനലാക്കുമെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ ജീവിതത്തിൽ യേശു വന്നപ്പോഴാണ് ആ സ്നേഹവും എൻ്റെ മാതാപിതാക്കന്മാരെ സ്നേഹിക്കാനും എൻ്റെ പിതാവിനെയും എൻ്റെ മാതാവിനെയും ഒക്കെ ഒത്തിരി സ്നേഹിപ്പാൻ ഇടയായി തീർന്നത്. അപ്പോൾ എൻ്റെ ആത്മീയത്തിൽ ആദ്യ പടിയെന്ന് പറയുന്നത് എൻ്റെ അമ്മയുടെ വീട്ടുകാരാണ്. അവരെല്ലാവരും വിശ്വാസികളായിരുന്നു. അവിടെ പോക്കും വരവും ഒക്കെ അവരുടെ വീട്ടിൽ പട്ടത്തിൽ കൂടിയിരുന്നുള്ള പ്രാർത്ഥനകളും അവരുടെ ബൈബിൾ വായനകളും അവിടുത്തെ വീട്ടിലെ ആരാധനകളും ഒക്കെ എൻ്റെ മനസ്സിൽ കിടപ്പുണ്ടായിരുന്നു. പക്ഷേ ഇതിനേക്കാൾ വലുതാണ് ഈ ബിംബങ്ങളും അല്ലെങ്കിൽ ഞാൻ സേവിച്ച ദൈവങ്ങളും എന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു. അതിനുവേണ്ടി സമർപ്പിക്കപ്പെട്ട വ്യക്തിയാണ്. അഭ്യാസമൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോൾ
എന്നേക്കാൾ വലിയ ആരുമില്ല, ആരോടും എനിക്ക് കോർക്കാൻ പറ്റും, ആർക്കും എന്നെ തകർക്കാൻ പറ്റത്തില്ല എന്നുള്ള ഭയങ്കര വിശ്വാസമുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം ഒരു നിമിഷം കൊണ്ട് ദൈവം തമ്പുരാൻ അടിച്ചു നുറുക്കി ഇന്ന് എൻ്റെ ശരീരത്ത് 100 കണക്കിന് ഒടിവും നുറുവുകളുമാണ്. എൻ്റെ ശക്തികൾക്കോ ഞാൻ പഠിച്ച കളരി അഭ്യാസങ്ങൾക്കോ എൻ്റെ ദൈവങ്ങൾക്കോ എന്നെ രക്ഷിക്കാനോ എന്നെ സഹായിക്കാനോ സംരക്ഷിക്കാനോ പറ്റിയില്ല. കർത്താവായ യേശുവിനോട് ഞാൻ കളിച്ചപ്പോൾ, ദൈവദാസന്മാരോട് ഞാൻ എതിർത്തപ്പോൾ, ഇപ്പോൾ അതാണെന്ന് എനിക്കറിയില്ല, എൻ്റെ ശരീരത്തിൽ ഇപ്പോൾ തന്നെ ഒരു 1000-ലധികം ആയിരക്കണക്കിന് മുറിവുകളും ഒടിവുകളും ഇപ്പോൾ എൻ്റെ ശരീരത്തിലുണ്ട്. എൻ്റെ ആക്സിഡൻറ്റ് കഴിഞ്ഞ് എൻ്റെ കാൽ രണ്ടും വട്ടമൊടിഞ്ഞു. എൻ്റെ വലത് കൈയെല്ലാം പറഞ്ഞു പോയി. എൻ്റെ വലത് കൈയുടെ മുട്ട് ഒടിഞ്ഞു. എൻ്റെ വലത് സൈഡിലെ വാരിയെല്ലാം ഒടിഞ്ഞകത്തേക്ക് തള്ളിക്കയറി. ചങ്കിനകത്തൊക്കെ വെള്ളം കെട്ടിക്കിടന്നു. വയറ് നിറച്ചും ബ്ലഡായി. വായ്ക്കകത്ത് 75 സ്റ്റിച്ചാണ് എൻ്റെ വായ്ക്കകത്ത്. തലച്ചോറിനകത്ത് ബ്ലഡ് കയറി. കോമ സ്റ്റേജിലായിരുന്നു. ഒരിക്കലും രക്ഷപ്പെടാൻ ഒരു സാധ്യതയില്ല. ആ അവസ്ഥയിൽ നിന്നും കർത്താവിനെ വിടിവിപ്പാനും സൗഖ്യമാക്കാൻ ഇടയായി തീർന്നു. ഞാൻ പറഞ്ഞത് തീർന്നെന്ന് തോന്നുന്ന സ്ഥാനത്ത് നിന്നും വിളിച്ചിറക്കിയ ദൈവം നമ്മൾ അത്ഭുതകരമായി വഴി നടത്തുവാൻ ചെയ്യുവാൻ ഇടയാവും. അപ്പോൾ തന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ. ഇതുപോലൊക്കെ ജീവിച്ചത് കൊണ്ട് എൻ്റെ ദേശത്ത് എനിക്ക് നല്ല വിവാഹം നടക്കത്തില്ലായിരുന്നു. അങ്ങനെ എൻ്റെ മാതാപിതാക്കൾ പോയി ഒരു പെണ്ണിനെ കണ്ടു, ഇഷ്ടപ്പെട്ടു. എൻ്റെ കാര്യങ്ങളൊന്നും പറയാതെ സുവിശേഷകനാണെന്ന് പറഞ്ഞ് വിവാഹം 2005 നടക്കാനിടയായി തീർന്നു. ഒരിക്കലും വിവാഹം നടക്കത്തില്ല എന്ന് വിചാരിച്ച സ്ഥാനത്ത് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു കർത്താവിനെ അറിയുന്ന ഒരു ദൈവമകളെ എനിക്ക് ലഭിക്കാനിടയായി തീർന്നു. അതുകൊണ്ട് അത് കഴിഞ്ഞാണ് ഞങ്ങൾ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പല സ്ഥലത്തേക്കും പോകുന്നത്. എൻ്റെ കൂടെ വന്ന ദൈവവേദിൽ ആയതുകൊണ്ട് ആത്മീയത്തിൽ എനിക്ക് വലിയ സപ്പോർട്ടായിരുന്നു. ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തരികയും ദൈവജനത്തെക്കുറിച്ച് ദൈവസഭയെക്കുറിച്ചുള്ള കൂടുതലായുള്ള കാര്യങ്ങൾ പറഞ്ഞു തരികയും അവർ വീട്ടുകാരുമെല്ലാം IPC ചർച്ചിൽ കൂടുന്നവരായിരുന്നുകൊണ്ട് ആത്മീയത്തിൽ എൻ്റെ വൈഫിൻ്റെ വീട്ടുകാർ എനിക്ക് വലിയ സപ്പോർട്ടായിരുന്നു. അതുകൊണ്ട് കർത്താവിൻ്റെ വേല ചെയ്യുന്നതിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരികയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് എന്നെ ബലപ്പെടുത്തി. എൻ്റെ സഹോദരങ്ങൾ 2 പെങ്ങന്മാരാണുള്ളത്. ഒരാൾ വലിയ ആത്മീയ വിശ്വാസത്തിൽ തന്നെ നിൽക്കുന്നു. ഒരാൾ അത്ര വിശ്വാസിയല്ല, എങ്കിലും ദൈവത്തെ അറിഞ്ഞ ആളാണ്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ജീവിക്കുന്നു. ഇപ്പോൾ കാഞ്ഞിരപ്പള്ളിയിൽ അടുത്ത നാളിലാണ് വീട് സ്ഥലമൊക്കെ ദൈവം തന്നത്. ഇവിടെ താമസിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് വീട്ടുകാരും എൻ്റെ സഹോദരങ്ങളും ആരും ഞങ്ങൾക്ക് സപ്പോർട്ടല്ല. ഏറ്റവും കൂടുതൽ വീട് കിട്ടിക്കഴിഞ്ഞപ്പോൾ എൻ്റെ വൈഫും എൻ്റെ മക്കളും ഒക്കെ ആയിട്ട് എൻ്റെ അമ്മയെ ചെന്ന് സ്നേഹത്തോടെ വിളിച്ചു. അമ്മേ, ഇത്ര നാളും ഞങ്ങൾ വാടകയ്ക്ക് കിടക്കില്ലായിരുന്നു, സ്വന്തമായിട്ടൊരു വീടൊക്കെ ദൈവം തന്നു. അമ്മ എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കണം. ഇനി പഴയതുപോലെ മാറി നിൽക്കാൻ പാടില്ല. കർത്താവിൻ്റെ വേല ചെയ്യാനായിട്ട് എൻ്റെ കൂടെ അമ്മ വന്നില്ലെങ്കിലും കൂടെ വന്ന് നിൽക്കുക, അത് വലിയ സന്തോഷമാണ്. കാരണം എൻ്റെ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും അമ്മയെ കൂടുതലായിട്ട് ഇഷ്ടമാണ്. അമ്മയ്ക്കൊരു ഒറ്റയ്ക്കായ ഒരു ജീവിതമാണ്. അമ്മ പറയുന്നത്, എനിക്ക് വയ്യാതാകുമ്പോൾ ഞാൻ നിൻ്റെ കൂടെ വന്ന് നിന്നോളാം എന്നൊക്കെയാണ് പറയുന്നത്. നിനക്ക് വയ്യ, എന്നെ നോക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് സങ്കടം പറഞ്ഞ് മാറി നിൽക്കുകയാണ്. എനിക്കൊത്തിരി ഇഷ്ടമാണ് എൻ്റെ അമ്മ എൻ്റെ കൂടെ വന്ന് നിൽക്കുന്നതും എൻ്റെ കുഞ്ഞുങ്ങളുടെ കൂടെയും എൻ്റെ കുടുംബത്തോടു കൂടി ആയിരിക്കുന്നത്. പല പ്രാവശ്യവും ഇന്നലെയും കൂടി വിളിക്കാറുണ്ട്. അങ്ങനെയാണ് എൻ്റെ അമ്മ ഒറ്റയ്ക്ക് നിൽക്കുന്നത്. എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷ ബന്ധത്തിൽ എൻ്റെ മാതാപിതാക്കളുമൊക്കെ ആയിട്ട് എൻ്റെ കുഞ്ഞുങ്ങളുമൊക്കെ ആയിട്ട് ഒരുമിച്ച് കർത്താവിന് വേണ്ടി നിൽക്കണമെന്നാണ് ആഗ്രഹം. ഓരോ ദിവസവും ഞങ്ങൾ കഴിയുമെങ്കിൽ എല്ലാ ദിവസവും തന്നെ റോഡ് സൈഡുകളിൽ പോയി നിന്ന്, കുഞ്ഞുങ്ങളിപ്പോൾ സ്കൂളിൽ പോകുന്നുണ്ട്, പറ്റത്തില്ലെങ്കിലും വൈകിട്ടൊക്കെ ആണെങ്കിലും കടന്നു വരികയും ഞങ്ങൾ ഒരുമിച്ച് കീബോർഡൊക്കെ വായിച്ച് കുഞ്ഞുങ്ങളും അല്പസമയം സാക്ഷ്യം പറയുകയും വൈഫ് പാട്ട് പാടുകയും ഞാൻ യേശു ക്രിസ്തുവിൻ്റെ വചനങ്ങളെക്കുറിച്ച് പറയുകയൊക്കെ ചെയ്ത് ഇങ്ങനെ കർത്താവിന് വേണ്ടി ശക്തമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒത്തിരി പ്രതിസന്ധികളും പ്രതികൂലങ്ങളൊക്കെ ജീവിതത്തിനെതിരെ വരാറുണ്ട്. പക്ഷേ അതൊന്നും മൈൻഡ് ചെയ്യത്തില്ല. കർത്താവ് കൂടെ ഉള്ളതുകൊണ്ട് ഒരു ഭയവും തോന്നിയിട്ടില്ല. ഒരു ശത്രുവിനും നമ്മൾ തകർത്ത് കളയാൻ പറ്റത്തില്ല. വലിയ ശത്രുവിൻ്റെ കോട്ടയിൽ നിന്നും വലിയ പിശാചിൻ്റെ കരാളഹസ്തങ്ങളിൽ നിന്നൊക്കെ വിളിച്ചിറക്കി കൊണ്ടുവന്ന എൻ്റെ ദൈവം, ഈ യേശു, ഇതിനോട് കടപിടിക്കാൻ പറ്റുന്ന ഒരു ശക്തിയും ഈ ഭൂമിയിലില്ല. ഈ ലോകത്തുള്ളവനേക്കാൾ വലിയവനായ ദൈവത്തെ അറിയാൻ കിട്ടിയ ഭാഗ്യം അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഇത്രയും സ്നേഹിക്കാൻ പറ്റുന്ന ദൈവം, കൂടെ നിൽക്കുന്ന
ആരൊക്കെ മാറിപ്പോയാലും, ആരൊക്കെ നമ്മെ തള്ളിക്കളഞ്ഞാലും തള്ളിക്കളയാത്തൊരു ദൈവം യേശു മാത്രമാണ്. ആക്സിഡന്റ് വന്ന ആ ഹോസ്പിറ്റലിൽ ഞാൻ വെന്റിലേറ്ററിൽ നിന്ന് റൂമിലേക്ക് വന്ന സമയത്ത് ഞാൻ ഓർക്കുന്നു, കിടക്കുന്ന സമയത്ത് നല്ല ബോധമായിട്ടില്ല. അപ്പോൾ ഒരു മൈൻഡില്ലാത്ത എൻ്റെ വീട്ടിൽ നിന്ന് 1-2 പേര് എന്നോട് വന്ന് ചോദിച്ചു, "നീ ഒരു പാസ്റ്റർ അല്ലടാ, നിനക്കെന്നാടാ ഇങ്ങനെ വന്നത്?" അതെൻ്റെ മനസ്സിൽ കൊണ്ടു. അതിനുള്ള ബോധം എൻ്റെ കൈയും കാലുകളെല്ലാം കെട്ടി എനിക്ക് അനക്കമില്ലാത്തൊരവസ്ഥയിൽ ഒരുമാതിരി വെളി വീണപ്പോഴാണ് എന്നെ റൂമിലേക്ക് കൊണ്ടുവന്നത്. ആ കട്ടിലേക്ക് കടന്നുകൊണ്ട് ഞാൻ നനഞ്ഞ കണ്ണുകളോടെ, "കർത്താവായ യേശുവേ, എന്നെ തള്ളിക്കളഞ്ഞോ? യേശു എന്നെ ഉപേക്ഷിച്ച് കാണുമായിരിക്കും. അതുകൊണ്ടായിരിക്കും ഈ ആക്സിഡന്റ് സംഭവിച്ചത്" എന്ന് മനസ്സിൽ ചിന്തിച്ചപ്പോൾ എന്നെ കാണാനായിട്ട് ഒരു സഹോദരി കയറി വരികയാണ്. അപ്പോൾ എനിക്ക് സംസാരിക്കാനൊന്നും പറ്റത്തില്ല. പക്ഷെ എൻ്റെ മുഖത്തേക്ക് നോക്കുകയും പിശാചിളകി താഴോട്ട് വീണു. ഉടനെ യേശുവിൻ്റെ നാമത്തിൽ അത് വിട്ടുപോയി, ഇവിടെ വന്നിരിക്കുക എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ തന്നെ പിശാച് വിട്ടുപോവുകയും ഇവിടെ വന്നിരിക്കുകയും ചെയ്തു. അപ്പോൾ എനിക്ക് മനസ്സിലായി, യേശു എന്നെ കൈവിട്ടിട്ടില്ല, യേശു എൻ്റെ കൂടെയുണ്ട്. അത്ഭുതങ്ങൾ ചെയ്യുന്ന കർത്താവ് മാറിപ്പോയിട്ടില്ല. ചില പ്രതിസന്ധികൾ ജീവിതത്തിൽ വരുന്നത് നമ്മുടെ അടുത്ത സ്റ്റെപ്പിലേക്ക് കയറ്റാൻ ദൈവത്തിൻ്റെ പദ്ധതികളാണ് എന്ന് മനസ്സിലാവാനിടയായി തീർന്നു. അപ്പം ഞാൻ പറഞ്ഞത്, അങ്ങനെയൊക്കെയുള്ള ആ പ്രതിസന്ധിയിലൂടെയൊക്കെ കടന്നുപോയെങ്കിലും യേശു കൂടെ നിന്ന് നമ്മെ കൈപിടിപ്പാൻ, ഞങ്ങളെ സഹായിക്കാനിടയായി. ഇപ്പോൾ ഞങ്ങൾ സന്തോഷത്തോടു കൂടി കർത്താവിൻ്റെ വേല ചെയ്യുകയാണ്. ഓരോ ദിവസവും ഞങ്ങൾ കടന്നുപോയി യേശു ക്രിസ്തുവിൻ്റെ രക്ഷാ സന്ദേശം പറയുക. എവിടെ പറയാൻ, കേരളം മുഴുവനും പോയി. ഓരോ ദിവസവും എവിടെ പറയാനും ഒരു മടിയില്ല. കാരണം എന്നെ വിടുവിച്ച യേശുവിനെ കുറിച്ചല്ലാതെ ഞാൻ ആരെക്കുറിച്ച് പറയും? അതിന് മുമ്പ് ഞാൻ സേവിച്ച ദൈവങ്ങൾക്കൊന്നും ഇതുപോലെ സന്തോഷിപ്പാനോ എനിക്ക് നല്ലൊരു ജീവിതം തരാനോ കഴിഞ്ഞിട്ടില്ല. തകർന്നവനായിരുന്നു. കള്ളിനും കഞ്ചാവിനും മദ്യത്തിനും മയക്കുമരുന്നിനും കൊട്ടേഷൻ സംഘങ്ങളുടെ പിടിയിൽപ്പെട്ട് പോലീസിന് അടിമയായി ഒരു ക്രിമിനലായി മാറുന്ന സ്ഥാനത്ത് നിന്ന് യേശു എന്നെ രക്ഷിച്ചു, കരകയറ്റി വിടിവിച്ചു. ഈ യേശുവിനെ പോലെ മറ്റൊരു ദൈവമില്ലാത്തത് കൊണ്ട് ആ ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ പറ്റത്തില്ല. അവസരം കിട്ടുന്നിടത്തൊക്കെ യേശുവിനെ കുറിച്ച് പറയും. ഏതൊക്കെ വീട്ടിൽ, എൻ്റെ വീട്ടിൽ വരുന്നവരോടും ഞാൻ ചെല്ലുന്ന വീട്ടിലും എന്നെ കണ്ടുമുട്ടുന്നവരോടൊക്കെ ഈ സന്ദേശം ഞാൻ പറയും. ആരെന്ന് നോക്കത്തില്ല, ഉദ്യോഗസ്ഥന്മാരോ ആരാണെങ്കിലും ഈ സന്ദേശം നമ്മൾ പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ മേൽ നിർബന്ധം കിടക്കുന്നു. ഇതിനു വേണ്ടിയാണ് കർത്താവ് നമ്മൾ വിളിച്ചു വേർതിരിച്ചത്. നമ്മൾ പറഞ്ഞില്ലേ, മറ്റൊരാളെ കർത്താവ് എഴുന്നേൽപ്പിക്കും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ കർത്താവിന് ശക്തമായി ഓടുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കേണ്ടതിന് വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കണം. ആരോമ ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും, ഈ സാക്ഷ്യം കേട്ട എല്ലാ വ്യക്തികൾക്കും, നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ എല്ലാ പ്രതിസന്ധിയിലും യേശു കൂടിയിരിക്കുകയും നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. ഒന്നിനും ഭാരപ്പെടേണ്ട, യേശു എപ്പോഴും കൂടെ ഉണ്ടല്ലോ. കർത്താവ് നിങ്ങളെ അത്ഭുതകരമായി വിടുവിക്കും. അതെ, തകർന്നു പോകാൻ ദൈവം സഹായിക്കത്തിന് ദൈവമല്ല, കൈക്ക് പിടിച്ച് നിങ്ങളെ അത്ഭുതകരമായ ദൈവിക മഹത്വത്തിലേക്ക് ദൈവം നടത്തുവാൻ ഇടയായിത്തീരും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഒരുമിച്ച് കണ്ണുകളടയ്ക്കാം. വിശുദ്ധനും സത്യവാനും സകല സൃഷ്ടിക്കും ആരംഭവും ആമേനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ ആകാശവും ഭൂമിയും ഭൂമണ്ഡലവും മനുഷ്യരും മണ്ണും ഒക്കെ ഉണ്ടാക്കിയ അഖിലാണ്ടത്തിൻ്റെ ഉടയവനായ കർത്താവേ, ഈ ശബ്ദം, ഈ സാക്ഷ്യം കേൾക്കുന്ന എല്ലാവരുടെ മേലും കർത്താവിൻ്റെ ശക്തിയുള്ള കരം അയക്കണേ. അവരുടെ കഷ്ടപ്പാടുകളും അവരുടെ പ്രതിസന്ധികളൊക്കെ കർത്താവ് കൂടെ നിൽക്കണേ. മതി കർത്താവേ, അവരെ കണ്ണുനീര് മതിയപ്പ. മതി കർത്താവേ, അവരുടെ കഷ്ടതകളും പ്രയാസങ്ങളൊക്കെ മതി. ദൈവത്താൽ വഴി തുറന്നു കൊടുക്കണേ. യേശു ആരെയും കൈവിടുന്ന ദൈവം അല്ലല്ലോ അപ്പ. യേശു കൂടെ നിൽക്കുന്ന ദൈവമാണല്ലോ. ഈ സത്യം അറിഞ്ഞ് യേശു ക്രിസ്തു വിശ്വസിപ്പാൻ ഒത്തിരി ആളുകളെ കർത്താവ് സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണം. യേശു ക്രിസ്തുവിൻ പരിശുദ്ധ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ, ആമേൻ, ആമേൻ. ആമേൻ. താങ്ക് യു കർത്താവദാസൻ ജോയ്സൺ VK. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരുപാട് അനുഭവങ്ങളും ഓർമ്മകളും ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ ടിവിയുടെ ശ്രോതാക്കളോടൊപ്പം പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം കർത്താവിൻ്റെ ദാസന് കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയായിരുന്നു, കർത്താവിൻ്റെ കരങ്ങളിൽ പിടിക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഒന്നുകിൽ ഒരു കളരിപ്പയറ്റുകാരനോ അല്ലെങ്കിൽ ഒരു മന്ത്രവാദിയോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ ഒരു കുപ്രസിദ്ധനായ ഒരു ജയിൽ പുള്ളിയോ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ പറയാൻ പറ്റത്തില്ല എന്തായി തീരും, അല്ലെങ്കിൽ മദ്യപാനം, മയക്കുമരുന്ന്, ലഹരി ഇവയ്ക്ക് അടിമയായ ഒരു വ്യക്തിയോ, അതല്ല കിടക്കമേൽ കിടന്നുപോയ ഒരു
രോഗിയായി തീർന്ന, ഒരു ആക്സിഡൻറ്റിൽപ്പെട്ട് അപകടത്തിൽപ്പെട്ട് കിടക്കുന്ന ഒരു വ്യക്തിയായിട്ടോ ഒക്കെ ഇന്ന് അറിയപ്പെടുമായിരുന്നു. എന്നാൽ കർത്താവിൻ്റെ കരങ്ങളിൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ കുശവൻ്റെ കയ്യിലെ കളിമണ്ണ് പോലെ കർത്താവ് എല്ലാ മാലിന്യങ്ങളെയും മാറ്റി കർത്താവിന് പ്രയോജനമുള്ള, ഉപയോഗമുള്ള ഒരു മനോഹരമായ ഒരു മാനപാത്രമായി കർത്താവ് ഇന്ന് പണിതുകൊണ്ടിരിക്കുന്നു. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന, ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു ശ്രേഷ്ഠ പാത്രമായിട്ട് ഒരു ദിവസം കർത്താവ് പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടി ആ പണി പൂർത്തീകരിക്കട്ടെ എന്ന് ഇത്തരണത്തിൽ ഞാനും ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എത്രയോ സംഭവങ്ങളുടെ നടുവിലൂടെ കടന്നു പോയിട്ടും സാധാരണഗതിയിൽ ചിലപ്പോൾ നമ്മളൊക്കെ പറയാറുണ്ട്, ഒരു മൂക്കിപ്പനി വന്ന് പോലും ആളുകൾ മരിച്ചു പോകുന്നു, ഒരു വയറിളക്കം വന്ന ആൾക്കാർ മരിച്ചു പോകുന്നു, തലവേദന വന്ന ആൾക്കാർ മരിച്ചു പോകുന്നു, നിൽക്കുന്ന നിൽപ്പിൽ തലകറങ്ങി വീണ ആൾക്കാർ മരിച്ചു പോകുന്നു. നല്ല ചെറുപ്പക്കാർ, നല്ല ആരോഗ്യമുള്ളവർ പെട്ടെന്ന് ശാരീരിക അസ്വാസ്ഥ്യം വന്നിട്ട് വീണു പോകുന്നു. അവരുടെയൊക്കെ നടുവിൽ ഒരു ചെറുപ്പക്കാരൻ വലിയ ഉയരമുള്ള മരത്തിൽ നിന്ന് താഴെ വീണ് നടുവൊടിഞ്ഞ് വാരിക്കൂട്ടി ആശുപത്രി കൊണ്ടിട്ടു. നാളുകൾക്കകം ആരോഗ്യത്തോടെ എഴുന്നേറ്റ് വന്നു. ശരീരമാസകലം ആയിരക്കണക്കിന് മുറിവുകളുണ്ടായി. ഇന്നും ആരോഗ്യത്തോടെ ആയിരിക്കാൻ കർത്താവ് സഹായിച്ചു. ബെൻസ് ലോറി ഇടിച്ച് തകർക്കപ്പെട്ടു. മരണത്തിനും ജീവനും നടുവിൽ കിടന്ന സമയങ്ങളിൽ നിന്ന് ദൈവം വിടുവിച്ച് പുറത്തു കൊണ്ടുവന്നു. പിശാച് അവൻ്റെതായ ആയുധങ്ങൾ ഉപയോഗിച്ച് പല നിലകളിൽ പല വിധത്തിലൂടെ നശിപ്പിക്കുവാൻ വേണ്ടി ശരീരത്തെയും ആത്മാവിനെയും മനസ്സിനെയും ഒക്കെ ആക്രമിച്ചു. പക്ഷെ ഇതിൻ്റെയൊക്കെ നടുവിൽ ഇടിവിൽ നിന്ന് ദൈവത്തിൻ്റെ അദൃശ്യമാർന്ന കരം താങ്ങിയതുകൊണ്ട് മാത്രമാണ് ഇന്നും ജീവിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. അങ്ങനെയെങ്കിൽ എന്തിനായിരിക്കാം ഈ ദൈവം ജീവനോടെ ശേഷിപ്പിച്ചിരിക്കുന്നത്? ദൈവത്തിൻ്റെ വലിയൊരു സാക്ഷ്യം വഹിക്കുവാൻ, വലിയൊരു ശുശ്രൂഷ കർത്താവ് ഭരമേൽപ്പിച്ചിരിക്കുക. ആ ശുശ്രൂഷയുടെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണ് ഈ ആയുസ്സും അവസരങ്ങളും കർത്താവ് തന്നിരിക്കുന്നത് എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. ഇത്തരുണത്തിൽ ദൈവദാസൻ്റെ ഈ ജീവിതാനുഭവങ്ങൾ അരോമ ടിവിയുടെ ഒരുപാട് പ്രേക്ഷകർക്ക് പ്രചോദനമായി തീരും എന്ന് ഞാൻ വിശ്വസിക്കുക. പാപത്തിൻ്റെ കരാളഹസ്തങ്ങളിൽ അകപ്പെട്ട് പാപത്തിൻ്റെയും നാശത്തിൻ്റെയും നിത്യനരകത്തിനും യോഗ്യനായി അതിനകത്ത് ഒരു വിറകുകൊള്ളിയായി തീരേണ്ടുന്ന ഒരു വ്യക്തിയെ സ്വർഗത്തിലെ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി ദൈവത്തിൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് ദൈവം ഭരമേൽപ്പിച്ചു എന്ന് പറയുമ്പോൾ, ആ ദൈവവചനം ആ കരങ്ങളിൽ ദൈവം ഭരമേൽപ്പിച്ചു എന്ന് പറയുമ്പോൾ അത് എത്രയോ ശ്രേഷ്ഠമായ ഒരു കാര്യമാണ്. ദൈവദാസൻ ഇടയ്ക്ക് ഓർപ്പിച്ചു, ഒരു ദൈവദാസനെ എതിരെ പ്രവർത്തിച്ചു, ദൈവദാസനെ ദേഹോപദ്രവം ചെയ്തു, അന്ന് ദൈവം തൊട്ടതാണ് എന്ന്. സ്തോത്രം. പൗലോസിനെ അല്ലെങ്കിൽ ശൗലിനെ പൗലോസാക്കിയതുപോലെ ദൈവം ചില സന്ദർഭങ്ങളിൽ ചില വ്യക്തികളെയൊക്കെ തൊടുവാൻ ഇടയായിത്തീരും. കർത്താവിൻ്റെ ദാസന്റെ ജീവിതത്തിൽ ആ ദൈവദാസനോടുള്ള ബന്ധത്തിൽ അദ്ദേഹത്തെ തൊട്ടപ്പോൾ നമ്മുടെ കഴിവ്, നമ്മുടെ കല, നമ്മുടെ പരിചയം, നമ്മുടെ പാരമ്പര്യം, അദ്ദേഹത്തിൻ്റെ അറിവുകേട് കൊണ്ടാണ് അദ്ദേഹം സുവിശേഷം പറയുന്നതും പ്രാർത്ഥിക്കുന്നുവെന്ന് ചിന്തിച്ചു പോയി കാണുമായിരിക്കും. പക്ഷേ അദ്ദേഹത്തിനോട് കൂടെ ഉണ്ടായിരുന്ന സ്വർഗത്തിലെ ദൈവത്തെയാണ് പ്രിയ കർത്താവിൻ്റെ ദാസൻ തൊട്ടത് എന്ന് ഞാൻ ഇത്തരുണത്തിൽ പ്രേക്ഷകരോട് പറയുവാൻ ആഗ്രഹിക്കുന്നു. ദൈവദാസന്മാരെയോ ദൈവമക്കളെയോ അല്ല നമ്മൾ തൊടുന്നത്, പകരം നമ്മുടെ കണ്ണുകൊണ്ട് കാണാത്ത, നമ്മുടെ കാതുകൊണ്ട് കേൾക്കാത്ത, നമുക്കറിയാത്ത ഒരു ദൈവം, ആമേൻ, അവരോടൊപ്പമുണ്ട്. ആ ദൈവത്തെ ആയിരിക്കാം നാം പലപ്പോഴും നിന്ദിക്കുകയും അവമാനിക്കുകയും തൊടുകയും ചെയ്യുന്നുള്ള കാര്യം പ്രേക്ഷകരെ നാം തിരിച്ചറിയുമ്പോൾ, ജീവനുള്ള ദൈവത്തിൻ്റെ കരങ്ങളിൽ വീഴുന്നത് എത്രയോ ഭയങ്കരമാണെന്ന് നാം തിരിച്ചറിയൂ. ആ ദൈവത്തിൻ്റെ കരങ്ങൾ വീണിട്ട് ആരും രക്ഷപ്പെട്ടു പോയിട്ടില്ല. സ്തോത്രം. ആ ദൈവം നമ്മുടെ മഹാകരുണയാൽ അവൻ നമ്മെ വീണ്ടെടുത്ത് ചേർത്ത് നിർത്തി കർത്താവിന് വേണ്ടി നമ്മെ പ്രയോജനമുള്ളവനാക്കി തീർക്കും. പലപ്പോഴും നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ദൈവം നമ്മളെ വലിച്ചെറിയത്തില്ല.
ദൈവം നമ്മളെ ഇല്ലായ്മ ചെയ്യാൻ ഏൽപ്പിച്ചു കൊടുക്കത്തില്ല. പകരം ദൈവം നമ്മളെ പണിയും. ദൈവം നമുക്ക് മടങ്ങി വരുവാൻ, മാനസാന്തരപ്പെടുവാൻ, പ്രയോജനപ്പെടുവാൻ ദൈവം നമുക്ക് അവസരങ്ങളെ തരും. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നാം അതിനുവേണ്ടി നമ്മുടെ ഹൃദയത്തെ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകുമെങ്കിൽ കർത്താവിൻ്റെ ദാസൻ ജോയ്സന്റെ ജീവിതത്തിൽ പല പ്രോസസ്സുകളിലൂടെ ദൈവം അദ്ദേഹത്തെ ദൈവത്തിൻ്റെ മകനാക്കി തീർത്തതുപോലെ കേൾവിക്കാരാകുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയുമെന്ന് നാം തിരിച്ചറിഞ്ഞ് ആ കർത്താവിൻ്റെ കരങ്ങളിൽ വീഴുവാൻ നമ്മെ സമർപ്പിക്കുവാൻ തയ്യാറായാൽ യേശു നമ്മളെയും പണിയുവാൻ, യേശു നമ്മളെയും രൂപപ്പെടുത്തുവാൻ, കർത്താവിന് പ്രയോജനമുള്ളവനാക്കി തീർക്കുവാൻ ഇടയായി തീർക്കും. നമ്മുടെ പാരമ്പര്യമോ, നമ്മൾ ജനിച്ചു വളർന്ന സാഹചര്യമോ, നമ്മുടെ വിശ്വാസങ്ങളോ സങ്കല്പങ്ങളോ, നമ്മുടെ വിദ്യാഭ്യാസമോ, നമ്മുടെ പണമോ പ്രതാപമോ പിടിപാടുകളോ ഒന്നും ദൈവത്തിൻ്റെ മുൻപായി യാതൊരു പ്രസക്തിയുമില്ല. അതെല്ലാം വലിയൊരു സീറോ മാത്രമാണ്. അതിനൊന്നിന് യാതൊരു പ്രസക്തിയും ദൈവം മുൻപാകെ ഇല്ല എന്ന് നമ്മൾ തിരിച്ചറിയും. ഇതെല്ലാം മനുഷ്യൻ്റെ മുൻപിലുള്ള പൊങ്ങച്ചങ്ങൾ മാത്രമാണ്. ദൈവത്തിൻ്റെ മുൻപാകെ ദൈവം നോക്കുന്നത് നമ്മുടെ ഹൃദയത്തെയാണ്. നമ്മുടെ ഹൃദയത്തിൽ വലിയ മാറ്റം വരുവാനാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഹൃദയം കർത്താവിന് പരമേൽപ്പിക്കുവാൻ തയ്യാറാകുമെങ്കിൽ നാം ധന്യരായി തീരും. സ്തോത്രം. നമ്മളെ ഓടിച്ച് തകർത്ത് നമ്മളെ ഏതെല്ലാം നിലകളിൽ ആമേനെ പണിതെടുക്കുവാൻ ആമേൻ കർത്താവിന് കഴിയുമെന്നറിയാമോ? ദൈവദാസൻ അതുപോലെ അരോമ ടി വിയിൽ കടന്നു വന്ന 100 കണക്കിന് സാക്ഷ്യങ്ങളുടെ അനുഭവങ്ങൾ ഇതിനോട് പ്രേക്ഷകർ കേട്ടിട്ടുണ്ടല്ലോ. അതെ, ഇതെല്ലാം ജീവിക്കുന്ന അനുഭവ സാക്ഷ്യങ്ങളാണ്. ഈ സാക്ഷ്യം നമുക്ക് ഒരു അനുഗ്രഹമായി തീരട്ടെ, ഒരു വിടുതലിന് കാരണമായി തീരട്ടെ. ഏവർക്കും വലിയ ഊർജം പകരുവാൻ ഈ സാക്ഷ്യം മുഖാന്തരമായി തീർന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരമാവധി ആളുകൾക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങൾ കേൾക്കണം. ദൈവസന്നിധിയിൽ ദൈവദാസനെയും കുടുംബത്തെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈ ശുശ്രൂഷയിൽ നമുക്ക് ഒരുമിച്ച് പങ്കാളിയായി മുന്നോട്ട് പോകാം. കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടേ ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വിശേഷിച്ചാൽ പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിലും നിങ്ങൾക്ക് പങ്കാളികളാകാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടിക്കാണും. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com